ഞാൻ വൈഷ്ണവ് യുവി 2020 നീറ്റ് എക്സാമിൽ എനിക്ക് 549 മാർക്സ് ഉണ്ടായിരുന്നു. ഞാൻ പഠിച്ചത് ശാന്തിനികേതൻ സ്കൂളിലായിരുന്നു. അതിനോടൊപ്പം തന്നെ എനിക്ക് സഫേറിൽ എൻട്രൻസ് ബാച്ചിൽ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ വൈഷ്ണവിൻ്റെ അമ്മയാണ്. അവൻ +2 വരെ ശാന്തിനികേതൻ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അന്ന് മുതലേ നന്നായിട്ട് ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന കുട്ടിയാണ്. എല്ലാത്തിലും നല്ല ടോപ്പ് മാർക്കായിരുന്നു. സഫേറിൽ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ നോക്കിയാൽ കുറേ ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പിന്നെ അതിനോടൊപ്പം ചാപ്റ്റർ സമ്മറി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കുറേ സെക്ഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് നമ്മളെ. ഞാൻ ഐശ്വര്യ, ഞാൻ വൈഷ്ണവിൻ്റെ സിസ്റ്ററാണ്. ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുകയാണ്. അവൻ സഫേറിൻ്റെ ക്ലാസ് കഴിഞ്ഞ് വന്ന ഉടനെ അവിടെ നടത്തിയ എക്സാമിൻ്റെ ആൻസർ കീയാണ് നോക്കുന്നത്. മാർക്ക് കുറഞ്ഞാലും അവൻ ഒരിക്കൽ പോലും അവൻ പഠിക്കാതിരുന്നിട്ടില്ല. അടുത്ത എക്സാമിന് വീണ്ടും പഠിച്ച് എങ്ങനെയെങ്കിലും 700 കൂടുതൽ മാർക്ക് വാങ്ങണം എന്നുള്ളൊരിത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേ എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ അവൻ ഒരിക്കൽ വീട്ടിൽ വന്ന് വിഷമം പറയും, പക്ഷെ ഒരിക്കലും അടുത്ത എക്സാമിന് ഹാർഡ് വർക്ക് ചെയ്യാതിരുന്നിട്ടില്ല. ഞാൻ സഫേറിൽ ചേർന്നപ്പോൾ തന്നെ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സാറും ടീച്ചറും പിന്നെ അവിടുത്തെ ക്ലാസ് ടീച്ചറും എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നല്ല സപ്പോർട്ടായിരുന്നു അവരെല്ലാം. പിന്നെ അവിടുത്തെ ലൈബ്രറി ഫെസിലിറ്റിയും വൺ ഓഫ് ദ ബെസ്റ്റ് ഫെസിലിറ്റീസ് ആയിരുന്നു. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ രാവിലെ 6 മണി തൊട്ട് രാത്രി 12 മണി വരെ ആക്റ്റീവാണ്. സഫേർ ചൂസ് ചെയ്യാൻ കാരണം നമ്മുടെ ഇവിടെ അടുത്തുള്ള 1-2 അധ്യാപകർ അവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ആ പെർഫോമൻസ് നല്ല ഇതാണ്. ഞാൻ അതിലേക്ക് പോകുമ്പോഴൊക്കെ ആ ബോർഡുകൾ നോക്കുന്നുണ്ട്. കുട്ടികളുടെ റേറ്റിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വരുന്നുണ്ട്. അതോടൊപ്പം അപ്പം എൻ്റെ മോനും സഫേറിൽ പഠിക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചത് ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റൊക്കെ ആണെന്നാണ്. പക്ഷേ സാറുമാരെല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഡൗട്ടുകളൊക്കെ ചോദിച്ചാൽ അപ്പോൾ തന്നെ പറഞ്ഞു തരും. പിന്നെ നമുക്ക് എല്ലാ ദിവസവും എക്സാമൊക്കെ ഉണ്ടായിരുന്നു, ലാസ്റ്റ് ഫൈനൽ.